ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ 4 പേർക്കുള്ള ഡെഡിക്കേഷനാണ്. കഴിഞ്ഞ മാസം ജൂൺ 17 ഇവർ ഗ്രാജുവേറ്റ് ആയി. അങ്ങനെ ഫൈനലി ഞാൻ മടി പിടിച്ച് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുവാണ്. പതിവ് പോലെ തന്നെ ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് വ്ളോഗിനുള്ള വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. പക്ഷെ അതിന് മുമ്പുള്ള ഞങ്ങളുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, പിന്നെ ഞങ്ങളുടെ കോളേജ്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഗ്രാജുവേഷന് 2 ദിവസം മുമ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഔട്ട്ഫിറ്റ്സ് കോർഡിനേറ്റ് ചെയ്യാനും ട്രാൻസിഷൻ വീഡിയോസ് എടുക്കാനും വേണ്ടിയാണ് ശരിക്കും ഞങ്ങൾ മീറ്റ് ചെയ്തേ. പക്ഷെ അതൊന്നും നടന്നില്ല. പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി ഡൗൺ ടൗൺ പോയി നല്ല ഐസ്ക്രീമൊക്കെ മേടിച്ചു. നമ്മൾ നേരെ പോയത് ഹാർബറിൻ്റെ അടുത്തേക്ക് ആയതുകൊണ്ട് നല്ല കാറ്റും തണുപ്പുമായിരുന്നു. ശരിക്കും പ്ലാൻ ഞങ്ങളെ വണ്ടിയിലേക്ക് ആക്കിയിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു. പക്ഷെ താഴെ എത്തിയപ്പോഴത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞാനും ഒക്കപ്പനും ശരിക്കും പുറത്തിടുന്ന ഉടുപ്പ് തന്നെ ഇട്ടിരുന്നേ. പക്ഷെ ഇവർ 3 പേരും വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ട് ഒരു ജാക്കറ്റ് പോലും ഇല്ലാണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഡൗൺ ടൗണിൽ കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് നടന്നു, കുറച്ച് റീലൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തു ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടി. കാരണം നല്ല ഗൗണൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല, ഫുള്ള് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞതേ ഞങ്ങളൊരു വെറൈറ്റി ദംഷറാസ് കളിച്ചു കുറച്ചു നേരം. ഞങ്ങൾ മാറി മാറി ഇയർഫോണിൽ പാട്ട് ഉറക്കെ വെച്ചിട്ട് ഇതുപോലെ ഓരോന്ന് പറയാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രാൻസിഷൻ പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ. തലേന്ന് രാവിലെ വരണം, റെഡിയാക്കി വിടാന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ആൾക്കാർ ഇതേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഡോണാപ്പി മാത്രമേ എണീറ്റിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ബെഡിൽ നിന്ന് കുത്തിപ്പൊക്കലായിരുന്നു പിറ്റേന്നത്തെ ജോലി. രാവിലെ ഞങ്ങൾ ഒരുക്കുന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും കുത്തിപ്പൊക്കി ഞങ്ങൾ ഓരോരുത്തരായിട്ട് റെഡിയാവാൻ തുടങ്ങി. രാവിലെ ആയിരുന്നു അക്കപ്പൻ്റെയും ഡോണാപ്പിയുടെയും സെറമണി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാവാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരായിട്ട് റെഡിയാവാൻ ടൈമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ കോളേജിലെത്തി. കോളേജിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം. പക്ഷേ ഇതായിരുന്നു അവരുടെ ഗ്രാജുവേഷൻ്റെ ഹാളെന്ന് പറഞ്ഞാൽ. അധികം ആൾക്കാർ ശരിക്കും ഉണ്ടായില്ല ഫസ്റ്റ് സെറമണിക്ക്. അത് കഴിഞ്ഞ് ആൻസിൻ്റെയും ആഗ്നയുടെയും സെറമണി വൈകുന്നേരമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നല്ല തിരക്കുണ്ടായി. ഞങ്ങൾക്ക് ഇവിടെ താഴെ ഒന്നും സീറ്റ് പോലും കിട്ടിയില്ല. പക്ഷേ ഫൈനലി നമ്മുടെ 4 പിള്ളേരും ഗ്രാജുവേറ്റായി. നല്ല രസമായിരുന്നു. അവർ കോട്ടും തൊപ്പിയൊക്കെ വെച്ച് സ്റ്റേജിൽ വെക്കുന്ന കാണാൻ. അങ്ങനെ സെറമണി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ തന്നെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ആയിട്ട് മാറി മാറി കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. ഈ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെറമണി കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ ഒരുമിച്ച് എന്നൊക്കെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. എല്ലാവരും ടയർഡായി, ഒരുമിച്ച് എവിടെയും പോയില്ല. നമ്മൾ നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. എന്തായാലും അന്നത്തെ വീഡിയോസ് അവിടെ കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു ദിവസം കോളേജിൽ പോയപ്പോൾ ഞാൻ ചുമ്മാ കോളേജിൻ്റെ ക്യാമ്പസും ചുറ്റുമുള്ള ഗ്രൗണ്ടും നമ്മൾ പഠിച്ച ക്ലാസ് റൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്തതാണിത്. അപ്പോൾ ബേസിക്കലി നമുക്ക് 3-4 ബിൽഡിങ്സ് ഉണ്ട് ക്യാമ്പസിൽ. 2 ലൊക്കേഷനായിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇൻ്റർ അർബൻ. ഇത് കൂടാതെ വേറൊരു സ്ഥലത്ത് ലാൻസ്ഡൗൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ക്യാമ്പസും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമ്പസിൽ മൊത്തം ഉള്ളത് 3-4 ബിൽഡിങ്സാണ്. ഇതായി കാണുന്നതാണ് ഞങ്ങളുടെ ക്ലാസ്സസ് നടന്നിരുന്ന ബിൽഡിംഗ്, സെൻറ്റർ ഫോർ ബിസിനസ്. സമ്മറിൽ
വൈകുന്നേരം ഒരു 6 മണി 7 മണി സമയത്താണ് കോളേജ് എത്തുന്നത്. അപ്പോൾ കോളേജിലെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായില്ല. പക്ഷെ അതാ 2 സൈഡായിട്ടാണ്, ഒരു സൈഡിൽ ടെക്നോളജീസ്, ഒരു സൈഡിൽ ബിസിനസ്. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു സൈഡിൽ മാത്രമായിരുന്നു നമ്മുടെ ക്ലാസ്സസ് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ മെയിനായിട്ട് എനിക്കും വിവേകിനും ക്ലാസ് എല്ലാം ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് ആയിരുന്നു ഞങ്ങളുടെ ഒരുമിക്ക ക്ലാസ്സസും. ഇതിപ്പോൾ ഞാൻ മുകളിലേക്കൊന്നും പോകാൻ നിന്നില്ല. പക്ഷെ ബേസിക്കലി നമ്മുടെ ബിൽഡിംഗ് ഇതാണ് സംഭവം. താഴെ ഇങ്ങനെ ഒരു കാഫറ്റേരിയ പോലത്തെ സ്ഥലമുണ്ട്, കുറച്ച് വെൻഡിങ് മെഷീൻസ് ഉണ്ട്, ATMs ഉണ്ട്, അങ്ങനെ കുറച്ച് ഇരുന്ന് പഠിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, മൈക്രോവേവ് പോലത്തെ കുറച്ച് ഫുഡ് കഴിക്കാനുള്ള മെയിനായിട്ട്. അത് താഴെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പഠിക്കാൻ വേണ്ടി മാത്രം ആ ഒരു സെൻറ്ററിൽ ഫുള്ള് നമുക്ക് ചെയർസും ടേബിൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് റൂം. എല്ലാ ക്ലാസ് റൂം ഇങ്ങനെയല്ല, ഓരോ സബ്ജക്റ്റിനും അവരുടെ ഓരോ നീഡ്സിനനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ശരിക്കും കോളേജിൽ ഒരുമിക്ക സമയത്തും സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലമാണിത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ലൈബ്രറി ഉള്ളത്. കാനഡയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് ചെയ്ത ഗ്രൗണ്ട്സ് ആട്ടോ ഇത്. ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്ലാസ് വിൻഡോസ് ഒന്നും ഇല്ലാത്തൊരു ക്ലാസ് റൂമിലിരുന്നാണ് നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ആ സമയത്തൊന്നും നമുക്ക് വെതർ ആപ്പ് നോക്കാനോ സ്നോഫോൾ എപ്പോഴാണ് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല, നമുക്ക് അത്രയും പഠിച്ചിട്ടില്ല. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ എക്സാമിൻ്റെ ഒരു ടെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ഗ്രൗണ്ട്സ് ഫുള്ള് സ്നോയിൽ കവറായിട്ട് കിടക്കുക. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒട്ടും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ്. അങ്ങനെ കുറേ മെമ്മറീസ് തന്നിട്ടുള്ള ഗ്രൗണ്ട്സ് ആട്ടോ ഇത്. എന്തായാലും ഗ്രാജുവേഷൻ അടിച്ചു പൊളിച്ചു. എനിക്കധികം വീഡിയോസ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഫുൾ അങ്ങനെ എന്താ പറയുക പറയാനോ ഒന്നും ഈ വീഡിയോയിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ എന്താ പറയുക ഭയങ്കര റെയറായിട്ടാണ് നമ്മൾ ഇത്രയും പേര് കൂടി ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. ഓരോരുത്തരുടെയും വർക്ക് സ്കെഡ്യൂളും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പാടാണ് നമുക്കത് അറേഞ്ച് ചെയ്യാൻ. പക്ഷേ ആ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസ് കിട്ടി ഞങ്ങൾക്ക്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമ്പസ് ടൂർ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും മടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് ഇടണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.